ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കില്ലേ വടക്കൻ മലബാറുകാരെ പൂരം അറിയാം? ഞാൻ നിങ്ങൾക്ക് വടക്കൻ മലബാറുകാരെ പൂരക്കാഴ്ചകൾ കാണിച്ചിട്ടാ. കണ്ണൂര് കാസർഗോഡാണ് ഈ ഒരു പൂരം ഉള്ളത്. ഇതെന്ന് വെച്ചാൽ ലോകത്തു നിന്നും പ്രണയം ഇല്ലാതായപ്പോൾ അതിന്റെ വേദനയിൽ കാമദേവനെ ആരാധിക്കുന്നതാണ് ഈ പൂരം. ശരിക്കും ഇതിന്റെ ഐതിഹ്യം എനിക്കറിയില്ല, എന്നാലും ഞാൻ എനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞതായിരുന്നു. സീതാദേവി മരിച്ചപ്പോൾ സങ്കടത്തിലായ ശിവൻ കഠിന തപസ്സിന് പോയപ്പോൾ ദേവലോകത്തിന്റെ ഐശ്വര്യം പോയതായി ദേവന്മാർക്ക് തോന്നി. ശിവന്റെ സങ്കടം മാറ്റാനും ശിവനെ തിരിച്ചു കൊണ്ടുവരാനായി കാമദേവനെ ചുമതലപ്പെടുത്തി. കാമദേവൻ കുറച്ച് വിദ്യകളെല്ലാം ഉപയോഗിച്ച് ശിവന്റെ തപസ് ഇളക്കിയെങ്കിലും ആ ദേഷ്യത്തിൽ ശിവൻ തൃക്കണ്ണ് തുറന്നിട്ട് കാമദേവനെ അങ്ങ് ഭസ്മാക്കി. കാമദേവൻ പോയപ്പോൾ നമ്മൾ പ്രണയവും പോയി. കാമദേവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പൂരം. അതായത് വസന്തകാലത്ത് പെൺകുട്ടികളില്ലേ, കാമദേവന്റെ പ്രതിമ നിർമ്മിച്ചിട്ട് അതിൽ പൂക്കൾ നൽകുന്നതാണ് ഈ ഒരു ചടങ്ങ്. ദേവകന്യകമാരിങ്ങനെ ചെയ്തപ്പോ കാമൻ പുനർജനിച്ചെന്ന പ്രണയം ഉണ്ടായിരുന്നൊരു ഐതിഹ്യം പറയുന്നത്. അതിന്റെ ഒരു ഇതിലാണ് വടക്കൻ മലബാറില് പൂരം ഇങ്ങനെ ആഘോഷിക്കുന്നത്. ഇന്ന് പൂരത്തിന്റെ ലാസ്റ്റ് ദിവസമാണ്. മീനമാസത്തിലെ കാർത്തിക നക്ഷത്രം മുതൽ പൂരം നക്ഷത്രം വരെയാണ് പൂരം ഉള്ളത്. ചിലർക്ക് 9 പൂരവും ചിലർക്ക് 3 or 7 പൂരാന്ന് ഉണ്ടാവുക. നമ്മളിപ്പോ ഇവിടുന്ന് കുറച്ച് ചെമ്പകം പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണുള്ളത്. ഈ 9 ദിവസവും നമ്മൾ ചെമ്പകവും ചെടപ്പൂവും എല്ലാമാണ് പൂവിട്ടിട്ടുള്ളത്. ഇന്ന് ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞല്ലേ, ലാസ്റ്റ് ദിവസം നമ്മൾ കാമന് കഞ്ഞി കൊടുക്കും കേട്ടാ. ആ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാവിലെ കുമ്പിള് കുത്തിയിട്ടുള്ളത്. ഈർക്കിളി കൊണ്ടാണ് കുത്തിയിട്ടില്ലേ, ശരിക്കും അതിന്റെ ബാക്കിലില്ലേനെ കൊണ്ട് തന്നെ കുത്താൻ പറ്റും. പക്ഷെ എനിക്കതിന് ആവാത്തോണ്ട് ഞാൻ പിന്നെ ഈർക്കിളി വെച്ചിട്ട് കുത്തുവാണ് ചെയ്തത്. നമുക്ക് 9 പൂരം ഉള്ളതുകൊണ്ടാണ് നമ്മൾ 9 പ്ലാവില കുമ്പിള് കൊത്തിയിട്ടുള്ളത്. ഇതിലെനി കഞ്ഞി വിളമ്പിട്ട് കാമന് കൊടുക്കുവാന്ന് ചെയ്യും നമ്മള്. എന്താ ഇപ്പം ഓരോ ഇലയിലും കഞ്ഞിയാക്കുമെന്ന്. കാമന് വേണ്ടിയിട്ട് നമ്മള് ഉപ്പിടാത്ത കഞ്ഞിയാന്ന് ആക്കല്. അതെന്തിട്ടാണെന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയില്ല. ഉപ്പിടാത്ത കഞ്ഞിയാന്ന് ആക്കല് നമ്മള്. അപ്പം 9 ഇലയിലും നമ്മള് കഞ്ഞി ഇട്ട് വെക്കുന്നുണ്ട്. ആ കഞ്ഞീന്റെ മേലയിൽ നമ്മൾ ഓരോ തിരിയിടും. എന്നിട്ട് തിരി കത്തിക്കുവാന്ന് ചെയ്യാം. ഇതാ കണ്ട, വിളക്കും കത്തിച്ചിട്ട്, വിളക്ക് 5 തിരിയും കത്തിച്ചിട്ടുണ്ട്. മറ്റേലയിലും അതേപോലെ തിരി കത്തിച്ചിട്ടുണ്ട്. പിന്നെ വറുത്തരിയും ഉഴുന്നും തേങ്ങാക്കൊത്തുവാന്നുള്ളത് കണ്ട. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പെൺകുട്ടികളുടെ പൂരാന്ന് വെച്ചിട്ടൊന്ന് ആൺകുട്ടീനെ കാണുന്നു. നമ്മളെ വീട്ടില് പൂരക്കുട്ടിയില്ല, പൂരക്കുട്ടൻ മാത്രമേ ഉള്ളൂ. ചെറിയ പെൺകുട്ടികളുടെയാണ് ശരിക്കും പൂരം. നമ്മളെ വീട്ടിൽ പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് ഓനാന്ന് പൂടല്. പിന്നെ ഇത് ഓരോന്നും എടുത്തിട്ട് നമ്മൾ കിണറ്റുംപടമ്പിലേക്ക് പോവുക. ആടെയാണ് നമ്മള് പൂവിട്ടിട്ടുള്ളത്. എല്ലാം നമ്മളിപ്പോ കിണറ്റുംപടമ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ 9 ദിവസം ഇട്ട പൂവാണ് ഈ കാണുന്നത്. പിന്നെ നമ്മള് ഇപ്പം കൊണ്ടുവന്ന പൂവിടുവാന്ന് ചെയ്യുന്നത്. പിന്നെ നമ്മള് കഞ്ഞി കാമന് കൊടുക്കുവാന്ന് ചെയ്യുക. ആ 9 ഇല കഞ്ഞി നമ്മളവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് അരിയും ഉഴുന്നും വറുത്തതും തേങ്ങാക്കൊത്തുവാന്ന്. അതും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാമന് വെള്ളം കൊടുക്കുവാന്ന് ചെയ്യുന്നത്. പിന്നെ ഭസ്മം ഇട്ട് കൊടുക്കും. നമ്മൾ തൊണ്ടൻകാമനിയൊന്നും ആക്കിയിട്ടില്ല. ലാസ്റ്റ് ദിവസം തൊണ്ടൻകാമനി ആക്കണം. ചളി കിട്ടാത്തതുകൊണ്ട് നമ്മൾ പിന്നെ തൊണ്ടൻകാമനിയൊന്നും ആക്കിയിട്ടില്ല. ഇതിന്റെ ബാക്കി ചടങ്ങെല്ലാം ഇനി രാത്രിക്കാണ് കേട്ടാ. പിന്നെ നമ്മൾ ആ കിണ്ടിയിലെ വെള്ളം പ്ലാവിന് ഒഴിച്ചു കൊടുക്കും. പൂരത്തിന് അടിയാക്കുന്ന പൂരടേന്റെ ചപ്പ് പറിക്കാനാണ് നമ്മളിപ്പം പോകുന്നത്. ഈ കണ്ണു ഉപ്പിലെ ചപ്പ് പറിച്ചിട്ടാണ് നമ്മൾ അടിയാക്കുന്നത്. സന്ധ്യക്ക് നമ്മൾ കാമന് വെള്ളം കൊടുത്തതാ. ഇതാണ് പൂരട. ഇപ്പൊ നമ്മൾ കാമനെ കോരാനാ പോകുന്നതാ. പൂരടിയെല്ലാം കൊടുക്കുന്നുണ്ട്. അമ്പിളീനെ കണ്ട, അമ്പിളീന മതി മതി മതി. വരിയിട്ട് ഇനിയൊന്ന് അട കൊടുക്ക്. പൂരട കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് കാമനെ കോരാനാന്ന് പോന്ന്. പൂക്കോരുന്ന്.
പ്ലാവിൻ്റെ അടുക്കാണ് നമ്മൾ ആ കോരിയ പൂ കൊണ്ടിടാൻ പോകുന്നത്. കാലത്തെ വരണേ കാമ, കല്ലിലും മുള്ളിലും പോലെ കാമ, തീർച്ചമ്പത്ത് ആരാട്ടിന് വരണേ കാമ, കണ്ടും പടമിറ്റേ പോലെ കാമ. നേരത്തെ കാലത്തെ വരണേ കാമ, തീർച്ചമ്പത്ത് ആരാട്ടിന് വരണേ കാമ, കല്ലിലും മുള്ളിലും പോലെ കാമ, കേരളം പടമിറ്റേ കൂടെ പോലെ കാമ. അങ്ങനെ നമ്മൾ പാട്ടും പാടിയിട്ട് കാമനെ യാത്ര അയച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.